Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 12 വ്യാഴാഴ്ച ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ കരുത്തോടെ നേരിട്ട് ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് ഇതുവരെ 112 മിസൈലുകളും 186 ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനം വഴി തകർത്തു. രാജ്യത്തിൻ്റെ ആകാശം സുരക്ഷിതമാണെന്ന് BDF ജനറൽ കമാൻഡ് അറിയിച്ചു. സൈനിക നീക്കങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ജനങ്ങൾക്ക് കർശന നിർദ്ദേശമുണ്ട്. മുഹറഖിലെ ഇന്ധന ടാങ്കിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. പ്രദേശവാസികൾക്ക് സാധാരണ ജീവിതം തുടരാമെന്നും സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ജനലുകൾ അടച്ചിടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ 4 ബഹ്റൈൻ സ്വദേശികളെ സുരക്ഷാസേന പിടികൂടി. രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കൂടാതെ ആക്രമണ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ഭീതി പടർത്തിയ 6 പേരെയും സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തു. ഇറാൻ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടയാളുടെ കുടുംബത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫ സന്ദർശിച്ചു. ബഹ്റിൻ രാജാവിൻ്റെ അനുശോചനം അദ്ദേഹം കുടുംബത്തെ അറിയിച്ചു. രാജ്യം മുഴുവൻ ദുഃഖത്തിൽ കുടുംബത്തിനൊപ്പമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപകട സ്ഥലങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്ന് കേണൽ ഡോക്ടർ ഒസാമ ബഹാർ മുന്നറിയിപ്പ് നൽകി. ആംബുലൻസുകൾക്ക് വഴിയൊരുക്കണമെന്നും ദൃശ്യങ്ങൾ പകർത്താൻ നൽകരുതെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ ബാങ്കിംഗ് ധനകാര്യ മേഖല സുസ്ഥിരമാണെന്ന് ബഹ്റിൻ സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും തടസ്സമില്ലാതെ സേവനം നൽകുന്നുണ്ട്. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നമ്മുടെ സമ്പദ്വ്യവസ്ഥ സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡുബ്ലിയിലെ ഗാർഹിക തൊഴിലാളികൾക്ക് മൈഗ്രന്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി റേഷൻ കിറ്റുകൾ വിതരണം ചെയ്തു. സഹായം നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് 17827895 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സൽമാനിയ ആശുപത്രിയിലെ രക്തക്ഷാമം പരിഹരിക്കാൻ രക്തദാന ക്യാമ്പുമായി മനാമ സെന്റ് മേരീസ് കത്തീഡ്രൽ. പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കാൻ വിശ്വാസികൾ സന്നദ്ധരാണെന്ന് വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരേക്കൽ അറിയിച്ചു. സെന്റ് തോമസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വഴക്കിനിടെ യുവാവിൻ്റെ മൂക്ക് കടിച്ചെടുത്ത 42-കാരൻ്റെ 3 വർഷം തടവ് ശിക്ഷ ബഹ്റിൻ പരമോന്നത കോടതി ശരിവച്ചു. ആക്രമണത്തിൽ 30-കാരനായ യുവാവിൻ്റെ മൂക്കിന് 10% സ്ഥിരമായ വൈകല്യം സംഭവിച്ചിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്ന പ്രതിയുടെ വാദം തള്ളിക്കൊണ്ടാണ് കോടതി വിധി. സ്വകാര്യ ഡ്രൈവറെ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച് കാർ തട്ടിയെടുത്ത കേസിൽ 26-കാരനായ പ്രതി ബഹ്റിൻ ഹൈക്രിമിനൽ കോടതിയിൽ ഹാജരായി. ലഹരി ഉപയോഗിച്ചിരുന്നതിനാൽ ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് പ്രതി കുറ്റം നിഷേധിച്ചു. പാർക്ക് ചെയ്തിരുന്ന കാർ ഡ്രൈവറെ ആക്രമിച്ച ശേഷമായിരുന്നു കവർച്ച.
പ്രതിയെയും വാഹനത്തെയും പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകനെ നിയമിക്കുന്നതിനായി കേസ് മാർച്ച് 17 മാറ്റിയ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന് ചികിത്സ നൽകാതെ മരണത്തിന് കാരണമാവുകയും മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടുകയും ചെയ്ത കേസിൽ ഏപ്രിൽ 14 ബഹ്റൈൻ കോടതി വിധി പറയും. കുഞ്ഞിന്റെ മാതാപിതാക്കളും മൃതദേഹം മറവു ചെയ്യാൻ സഹായിച്ച സഹപ്രവർത്തകയും ഉൾപ്പെടെ 3 ഏഷ്യൻ വംശജരാണ് പ്രതികൾ. കുഞ്ഞിന് സമ്മാനവുമായി എത്തിയ സുഹൃത്തിനോട് പ്രതികൾ പരസ്പര വിരുദ്ധമായ മറുപടി നൽകിയതോടെയാണ് രഹസ്യം പുറത്തായത്. അനധികൃത താമസത്തിനും ഇവർക്കെതിരെ കേസുണ്ട്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.